ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു എൻഗേജ്മെൻറ്റിനൊക്കെ പോയിട്ട് വന്നിട്ട് അവിടെ തന്നെ ഒരു മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. പച്ച മാങ്ങ എന്നിട്ട് ആ വീട്ടിൽ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് പറിച്ചിട്ടൊക്കെ വന്നു. അത് അത്രയ്ക്ക് വിളഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. പുളിയില്ല, ഒന്നുമില്ല, അതൊരു മാങ്ങ. അപ്പോൾ ഞാൻ വിചാരിച്ച് മാങ്ങക്കറി ഉണ്ടാക്കാമെന്നേ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം എൻഗേജ്മെൻ്റൊക്കെ അടിച്ച് പൊളിച്ച് കുറച്ച് ദൂരം ഉണ്ടായിരുന്നേ. ഇവിടെ ഓൺ വോയിസ് പറയുന്നത് ഇവിടെ മക്കൾ ചെറുക്കൂട്ടനുമായിട്ട് ഇരിക്കുകയാണ്. മാങ്ങ കിട്ടിയാൽ ഉടൻ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര പച്ച ഇന്ന് തന്നെ പറിച്ചതല്ലേ, അപ്പം വച്ചിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ ഞാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വരകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി പെട്ടെന്ന് തന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്, എൻ്റെ രീതിയിൽ. അപ്പം വീഡിയോ ഇഷ്ടമായിലേക്ക് ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദി. ടാറ്റാ, ബൈ, ബി, സി യു. വീഡിയോ പോവാം. കണ്ടോ, ഇതുപോലെയാണ് ഞാൻ അവിടെ പോയി മാങ്ങയൊക്കെ പറിച്ചത്. വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടോ. ആ വീട്ടിലിങ്ങനെ കയറുന്നിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നേ മാങ്ങ. എനിക്ക് ഈ റോഡിലല്ലേലും ഞാൻ ഈ മരങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ. അങ്ങനത്തെ എല്ലാ ഐറ്റംസും എനിക്കിഷ്ടമാണ്. അപ്പം വീഡിയോ ഒക്കെ എടുത്തേ. 4-5 മാങ്ങ കിട്ടിയുള്ളൂ. 2 അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് കഴിച്ചു. പണ്ടേ മാങ്ങ കൊതിച്ചാണ് കേട്ടോ ഞാൻ. ഈ പറിച്ച് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുരിങ്ങയ്ക്കൊക്കെ കിട്ടിയപ്പം പറഞ്ഞില്ലേ, എനിക്ക് നാടൻ സാധനങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം വീട്ടിൽ വന്ന് ഉടൻ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി ഉടൻ തന്നെ ഞാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ മാങ്ങ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ മോൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എല്ലാ മാങ്ങയൊന്നും കഴിക്കത്തില്ല. മോളാണെങ്കിൽ വലിയ മാങ്ങ ഉണ്ട്, കിളിച്ചുണ്ട മാങ്ങ, അത് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പാകത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. കുറച്ച് 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. 2-3 പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കി വന്ന പോലത്തെ മാങ്ങാച്ചാറാണേ. ചീഞ്ചട്ടി വെച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നല്ലെണ്ണ, വറ്റൽമുളക്, കടുകും കറിവേപ്പിലയിട്ട് കടുവറുത്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് വശക്കി കൊടുത്തു. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ പൊടിയിലോട്ടേ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് കൊടുത്തു കേട്ടോ. തിളപ്പിച്ച് കുറുക്കി പാകത്തിന് നമുക്ക് അരപ്പ് എത്ര ആവശ്യമുള്ള ആ ക്വാണ്ടിറ്റിയിൽ അരപ്പ് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് നല്ല തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മാങ്ങ ഇടാവൂ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്തു ഇട്ടേ ഉള്ളൂ. അടിപൊളി മാങ്ങാച്ചാർ റെഡി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചോറും തോരനും ബീഫ് പുരട്ടിയതും പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, പിന്നെ ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ മാങ്ങാച്ചാറൊക്കെ വെച്ച് കുശാലായിട്ട് കഴിച്ചു. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.